പ്രോപ്പർ അല്ലെങ്കിൽ ലൈസൻസ് അനുവദിക്കാൻ കഴിയില്ല. അത് അന്നേ ഞാൻ പറഞ്ഞിരുന്നല്ലേ, മറന്നുപോയോ? എടുത്ത് മാറ്റം കൊടുക്കും. നീ ജയിച്ചൊന്നും വിചാരിക്കണ്ട. നിനക്ക് മുകളിൽ ഓഫീസർമാരുണ്ട്, അവർ ഞങ്ങളെ സഹായിക്കും. എന്റെ മീനാക്ഷി സ്റ്റോഴ്സിന് ലൈസൻസും കിട്ടും, നീ കണ്ടോ. ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഡോക്യുമെന്റ് പ്രോപ്പർ അല്ലാത്തൊരു കടയ്ക്ക് ലൈസൻസ് സംഘടിപ്പിച്ചാൽ അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ആകാശ്? എന്ത് അപകടം? ഞാനെന്താ ബോംബടക്കാൻ പോകണം? അപകടം ഉണ്ടാകും പോലും. വിവരാവകാശ നിയമം വഴി മീനാക്ഷി സ്റ്റോറിന് ലൈസൻസ് എങ്ങനെ കിട്ടിയെന്ന് ആരെങ്കിലും അന്വേഷിച്ചാലേ അതോടെ കള്ളി വെളിച്ചത്താവും. സ്റ്റോർ പൂട്ടും. കടയ്ക്ക് ലൈസൻസ് അനുവദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് വരും. ആകാശം പ്രതിയാവും. കടയ്ക്ക് ലൈസൻസ് അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് ഇപ്പൊ മനസ്സിലായോ? പറഞ്ഞു പെരുകേറ്റാൻ ഒരുപാട് പേര് ആകാശിന്റെ ചുറ്റും ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ച താങ്ങാൻ ഇവരാരും ഉണ്ടാവില്ല. ആകാശേ, അത് മറന്നു പോരുത്. നീ എന്നെ സഹായിക്കാത്തോണ്ടല്ലേ എനിക്ക് വളഞ്ഞ വഴികൾ അന്വേഷിക്കേണ്ടി വരുന്നത്. ആകാശ് ഇപ്പൊ പറഞ്ഞില്ലേ, പ്രേമിക്കുന്ന സമയത്ത് എന്തിനും ഞാൻ കൂടെ നിൽക്കുമായിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? അന്ന് ആകാശിന്റെ ഭാഗത്ത് സത്യവും ന്യായവും ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. നിനക്കൊരു ഗൗരവം പോലെ. ഏയ്, ഞാനാരാ ഏട്ടനോട് ഗൗരവം കാണിക്കാൻ? രാവിലെ ഞാൻ പറഞ്ഞത് നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ. അതായത് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയുടെയും വൈരാഗ്യത്തിന്റെ ഇടയ്ക്ക് അനുശ്രീയെ ബലിയാടാക്കരുത്. എന്തായാലും അവൾ നമ്മുടെ അനന്തരവളല്ലേ, മരുമകൾ. ആ കുട്ടി നമ്മളോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അവള് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മകൾക്ക് നൊന്താലേ ഗോമതി കരയൂ. ഇത്ര എഴുന്നേക്ക്, സമയായി, നമുക്ക് പോണ്ടേ? റെഡിയാവ്. സൂക്ഷിച്ചു വരണം, കയ്യും കാലവും എവിടെയും തട്ടരുത്. വെളിച്ചെണ്ണയ്ക്ക് വില കൊട്ടണ്ടേ, ഗോമതി സ്റ്റോർ ബാലനല്ല. നിങ്ങൾ തൽക്കാലം പപ്പടം പൊരിക്കണ്ട. എന്തുപറ്റി? ഒരു ഉത്സാഹക്കുറവ് പോലെ. ഇന്ന് പ്രാക്ടീസ് വേണോ? പ്രാക്ടീസ് ഒരു ദിവസം പോലും മുടക്കാൻ പറ്റില്ല. ഇനി ശാരീരികമായ വല്ല വയ്യായിക ഉണ്ടെങ്കിൽ പ്രാക്ടീസ് മാറ്റി വയ്ക്കാം. ഏയ് ഇല്ല, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ തന്റെ പ്രശ്നം? നമ്മൾ പ്രാക്ടീസിന് വരുന്ന കാര്യം അങ്കിള് വല്ലതും അറിഞ്ഞാലോ? അത് അങ്കിളിന്റെ വാക്ക് ധിക്കരിച്ച പോലെ ആവത്തില്ലേ? മിത്ര, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ശ്രമിച്ചാലേ തനിക്ക് തന്റെ ജീവൻ പിന്നെ അച്ഛന്റെ കാര്യം ഓർത്ത് തനിക്ക് യാതൊരു ടെൻഷനും വേണ്ട. അച്ഛനിവിടെ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അല്ലാതെ വാക്ക് തെറ്റിച്ച് താൻ പ്രാക്ടീസ് ചെയ്യുന്നോണ്ടെന്ന് അറിയാനേ അച്ഛൻ ഈ ഗ്രൗണ്ടിന്റെ നടുക്കൊന്നും വന്ന് നിൽക്കില്ല. എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച് മിത്ര ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് വരുന്നുണ്ടോന്ന് എനിക്കറിയണം.